guys, welcome back to YouTube channel. This is Minu Sansi's World. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ ഒരു 10th ബർത്ത്ഡേ വ്ളോഗ് ആണ് കേട്ടോ. സോ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ അകത്ത് റെഡ് വെൽവെറ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ കേക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ഗിഫ്റ്റ് എനിക്ക് കേൾക്കാൻ ഗിഫ്റ്റ്. ഓക്കെ ഗൈസ്, നമ്മൾ അടുത്തത് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. 10th ബർത്ത്ഡേക്ക് 10 ഗിഫ്റ്റ് മതി എന്നാ വിചാരിച്ചു. പക്ഷെ ഒരു ഗിഫ്റ്റ് അറിയാതെ കൂടിപ്പോയി, 1 2 3 കൂടിപ്പോയി. പക്ഷെ സാധാരണ നമ്മൾ 9th ബർത്ത്ഡേക്ക് 9 ആയിരുന്നില്ല, അതിൽ കുറെ കൂടുതൽ ഉണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ 10th ബർത്ത്ഡേക്ക് 13 ഗിഫ്റ്റേ ഉള്ളൂ തൽക്കാലം. ഓക്കെ, ഞാൻ അപ്പൊ അത് പൊളിച്ചു നോക്കിക്കോ. അപ്പൊ എന്റെ ബർത്ത്ഡേ ആയപ്പോ രാവിലെ ഗുരുവായൂര് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഈ 2 എന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഈ ഒരു സ്കുഷിയും പിന്നെ ഉള്ള ഒരു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടി എടുത്ത് വെച്ചാണ്. സോ നമുക്ക് ചെറുതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് എപ്പോഴും ചെറുതൊന്നാണ് ഇഷ്ടം. ഇത് അമ്മേന്റെ അച്ഛന്റെ വകയാണ്. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഗൈസ്, ഇത് കുറച്ച് ആക്സസറീസ്. അതില് ഒരു ആക്സസറീസ് ചെറുതായിട്ട് ഞാൻ എടുത്തിരുന്നു. ഒരു ബ്ലാക്ക് മാല 3 കണ്ടപ്പോ പുതിയ നേരത്തെ ഞാൻ കണ്ടപ്പോ ചെറുതായിട്ട് ഗൈസ് 2 ബട്ടർഫ്ലൈന്റെ മാലയുണ്ട്. പിന്നെ ഇത് കയ്യിലിടുന്ന ബാങ്കിളാണ്. ഞാനിത് പണ്ടൊരു കടയിൽ പോയപ്പോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര 1 2 3 4 5 6 7 ഗൈസ്, ഇതേപോലത്തെ 7 ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്കിനി അടുത്തത് പൊളിക്കാം. ഇത് പൊളിക്കാം, അല്ല ഇത് പൊളിക്കാം. ഇത് സ്വർണ്ണായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതും അമ്മേന്റെ അച്ഛന്റെ വകയാണ്. പൊളിക്കാൻ പറ്റില്ല. തുറക്കാനാ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഗൈസ് മോതിരം. എനിക്ക് മോതിരം ഭയങ്കര ഇഷ്ടമാണ്. എന്റെ കയ്യിൽ കുറെ മോതിരം ഉണ്ട്, പക്ഷെ ഞാൻ അത് ഇടാറില്ല മാത്രം. എന്റെ സിൽവറിന്റെ ഓൾറെഡി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ഇത് പൊളിക്കാം. ഇതെല്ലാം വേണ്ട. ഇത് ഞാനൊരു ദിവസം അച്ഛൻ്റെ ഒപ്പം പോയപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വേണമെന്ന്. പക്ഷെ ഞാൻ അപ്പൊ വാങ്ങിച്ചില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇതൊരു ലാമ്പാണ്. അത് സ്റ്റാൻഡ് കം ലാമ്പാണ്. ഇത് ഷാർപ്നറാണ് ഇതിന്റെ മുകളില്. ഇത് ഓ, എനിക്ക് ഇങ്ങനത്തെ എസ്തെറ്റിക് ലാംപ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അത് സ്ഥിരം പറയാറുണ്ട്. ഇനി അടുത്തത് ഇത് പൊളിക്കാം. പിങ്ക് കൊറേ ഉണ്ട് കേട്ടോ എന്റെ അടുത്ത്. ഇത് അമ്മയുടെ അച്ഛന്റെ വകയാണ് ഗൈസ്. ഇത് ഞാൻ കൊറേ ആഗ്രഹിച്ച സാധനമാണ്. മാർക്കേഴ്സ് ആണ്. 24 സെറ്റ് വരുന്നത്. സെറ്റിന്റെ എണ്ണം വരെ 24 ഉണ്ട്. ഇത് ഒരു സൈഡ് നോർമൽ സ്കെച്ചും ഒരു സൈഡ് മാർക്കറും ആണ്. ഇങ്ങനത്തെയാണ്. ഇത് എല്ലാവരുടെ കയ്യിലും ഉണ്ട്. എനിക്കപ്പ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഇത് അമ്മൂമ്മേന്റെയും മുത്തച്ഛന്റെയും വകയുള്ളത് പൊളിക്കാം.
ഇതായിരുന്നു. ഇതെനിക്ക് വളരെ ഞാൻ സെലക്ട് ചെയ്തതാണ്, എനിക്ക് ഇഷ്ടമായതുകൊണ്ട്. ഇത് പിടിച്ച് ഞാൻ അത് സെലക്ട് ചെയ്ത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ഇവിടെ അമ്മയുടെ അടുത്ത് ഇത് മേടിച്ചു തരുമെന്ന് ചോദിച്ചു. മേടിച്ചു തരുമെന്ന് പറഞ്ഞു. കാരണം ഇത് ഞാൻ കൊറേ വീഡിയോസിൽ കണ്ടുള്ളതാ. ഇത് ഞെക്കുമ്പോ ഇത് വെറുതല്ല. ഇനി ഈ ബ്ലൂ ഇത് പൊളിച്ചു. കഴിഞ്ഞ ശേഷം ഇത് പൊളിക്കാം. ഇതൊക്കെ ഞാൻ സ്കൂളിൽ പോയ നേരെ എനിക്ക് ഒരു പൊടിയുണ്ടാവുക. എന്താ എന്നെ നോക്ക്. കിച്ചൺ സെറ്റ് തോന്നുന്നു. കിച്ചൺ സെറ്റ് ആണത്. ഇത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിന്റെ ഓർമ്മ പോയി. ആ ഇത് കുഞ്ഞു കുട്ടികളുടെ ഉള്ളതാണ്. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇനി വീണ്ടും അമ്മൂമ്മേന്റെയും മുത്തച്ഛന്റെയും വക. പിന്നെ ഇത് അമ്മൂമ്മയും മുത്തച്ഛനും തന്നെ തന്നതാട്ടോ ഗൈസ്. ഡയറി മിൽക്കിന്റെ. എനിക്ക് എല്ലാ കളക്ഷൻസ് ഉണ്ടെങ്കിലും എനിക്ക് ചെരുപ്പിന്റെ കളക്ഷൻസ് വളരെ കുറച്ചാണ്. ഓർഗനൈസർ. ഇതൊക്കെ എന്റെ ബർത്ത്ഡേക്ക് കണ്ടിട്ട് ഞാൻ സെലക്ട് ചെയ്തതാണ്. പക്ഷെ ഞാൻ ഇതൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ചേച്ചിക്ക് വാങ്ങിച്ചപ്പോ എനിക്കത് വാങ്ങിച്ചു തരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലേ ഗിഫ്റ്റ് തരാൻ പറ്റുള്ളൂ. വൈറ്റ് ആണ് ഓർഡർ ചെയ്തത്, പക്ഷെ ഈ കളറാണ് വന്നത്. നല്ല രസമുണ്ട്. കൊറേ ഓർഗനൈസർ. എനിക്ക് കൊറേ സാധനങ്ങളുണ്ട് ഞാൻ ക്രാഫ്റ്റ് ചെയ്യണോണ്ട്. അത് തുറക്കാം അവിടെ. ഗൈസ് വലിപ്പുണ്ട്. ഡ്രോയർ. ഓക്കെ, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇത് തുറക്കാം. കുറച്ച് എല്ലാ എക്സ്പ്രഷൻ. ഇതൊരു ഗെയിമാണെന്ന് എനിക്കറിയാം. പക്ഷേ മറ്റേ ഈ ഷേപ്പില് തിരികെ എനിക്കറിയാത്. ഞാന് പറഞ്ഞില്ലേ ഇതിൽ നമുക്ക് ഷേപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഷേപ്പ് നമുക്ക് എടുക്കാം. ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു. പക്ഷെ എനിക്ക് എന്താ ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗിഫ്റ്റ് ആണ് ഇതൊക്കെ. എന്താ ഇത് ഞാന് പറഞ്ഞിണ്ടായിരുന്നു പണ്ടല്ല എനിക്കിത് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രൊജക്ടർ ആണ്. ഇതില് ലൈറ്റില് പിക്ചർ വന്നിട്ട് നമുക്കത് യൂസ് ചെയ്തിട്ട് വരയ്ക്കാം. ഇനി ഇതില് ബാറ്ററി ഇടണം തോന്നുന്നു. ലൈറ്റ് വരണം. ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ വർക്കാവും. കൊറേ പിക്ചേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിലെ പിക്ചേഴ്സ് ആയിരിക്കും ഇതില് വരിക. റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് കുഞ്ഞാസിന് കിട്ടിയ ഗിഫ്റ്റ്സ്. എനിക്ക് ഫസ്റ്റ് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? ഇതില് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാല് മാർക്കേഴ്സ്. അതെന്താണ്? അത് എനിക്കറിയില്ല. വിൻഡോ ആർട്ട്, പിന്നെ ഈ ഓർഗനൈസർ, പിന്നെ മോതിരം, പിന്നെ ലാമ്പ്. ഏകദേശം ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്റ്റൈലോഫോൺ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അതും ഇഷ്ടപ്പെട്ടു. ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു.
പിന്നെ ഗൈസ് ഇത് എന്റെ ബർത്ത്ഡേ ഡ്രസ്സാണ്, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് എന്റെ ബർത്ത്ഡേ ഡ്രസ്സ്. പിന്നെ ഇതല്ലാതെ എന്റെ അമ്മൂമ്മ എനിക്ക് 4 ഡ്രസ്സ് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു, അതും എനിക്ക് വാങ്ങിച്ചു. അപ്പൊ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതെ, അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും. സോ ബൈ.